തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ SFI യൂണിറ്റ് പിരിച്ചുവിടുകയും 4 പേരെ SFIയിൽ നിന്ന് പുറത്താക്കുകയൊക്കെ ചെയ്തൊരു വാർത്ത നമ്മളിപ്പോൾ കണ്ടു. ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇപ്പോഴെങ്കിലും ചെയ്തല്ലോ എന്നേ ആശ്വസിക്കാൻ പറ്റൂ. യൂണിവേഴ്സിറ്റി കോളേജിൽ SFIക്കെതിരെ നിരവധി പരാതികൾ മുമ്പുണ്ടായിട്ടുണ്ട്. പരാതിയല്ല, തെളിവുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരാളുടെ പുറത്ത് കോമ്പസ് കൊണ്ട് SFI എന്ന് ചോരയിൽ എഴുതിച്ച ഒരു കേസുകാരൻ്റെ പുറത്ത് എഴുതിച്ച ഒരു കഥയൊക്കെ അവിടെയുണ്ട്. അവരുടെ ഇടിമുറി കുപ്രസിദ്ധമാണ്. അവരുടെ രാഷ്ട്രീയത്തിനെതിരായി നിൽക്കുന്ന ആളുകളെ കൊണ്ടുപോയിട്ട് ഇടിച്ച് ഇടിമുറി ഉണ്ടാക്കും. മാത്രമല്ല, അവിടെ നിന്നുള്ള ചില CITU തൊഴിലാളികളുടെ പിന്തുണയും ലോക്കൽ പാർട്ടിയുടെ പിന്തുണയൊക്കെ ഇവർക്കുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും മിണ്ടിയാൽ അവർക്ക് നല്ല ഇടി കിട്ടും. പുറത്തു വെച്ചും കിട്ടും, അകത്ത് വെച്ചും കിട്ടും. വളരെ കുപ്രസിദ്ധമായിരുന്നു യൂണിവേഴ്സിറ്റി കോളേജിലെ SFIയുടെ പ്രവർത്തനം. മറ്റ് സംഘടനകൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് കേസുകാർ മാത്രമല്ല, ASFകാർ കൂടിയാണ്. ASFിന്റെ പരാതിയാണ് അവിടെ പ്രധാനമായിട്ടും വന്നത്. ASFകാർ നല്ല അടി കിട്ടി. ഈ കഴിഞ്ഞ ദിവസം ഒരു വികലാംഗനായ അല്ലെങ്കിൽ ഒരു ശാരീരിക ശേഷി ഭിന്നശേഷിക്കാരനായ ഒരാളെ അടിച്ച് വപ്പടാക്കി കളഞ്ഞു. എന്തിനടിച്ചത്? അയാളെ ASFിൽ ചേരാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ASFിൽ ചേരണ്ട, ഞങ്ങൾ തീരുമാനിക്കും ഇവിടെ ആരെ ഏത് പാർട്ടിയിൽ ചേരണം എന്ന് പറഞ്ഞാൽ ഫാസിസത്തിന്റെ ഏറ്റവും ഉന്നതമായ രൂപമായിരുന്നു തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ്. പരാതികൾ പല സ്ഥലത്തുനിന്ന് വന്നു. പിന്നെ PM ആർഷോയെ പറ്റിയുള്ള പോലെയുള്ള നേതാക്കളുടെ പ്രസ്താവന വേറെ. ഇവിടെ അഭിമന്യുവിന് ഫണ്ട് പിരിച്ചിട്ട് ആ കെട്ടിടം വാടകയ്ക്ക് കൊടുത്തു. അതാണ് അഭിമന്യുവിനോടുള്ള സ്നേഹം. കാശ് പിരിക്കുക എന്നുള്ളത് തന്നെയാണ് ആ കാര്യമുള്ളൂ. അപ്പോൾ ബക്കറ്റ് പിരിവൊക്കെ നടത്തി കെട്ടിടം പണിതു, കെട്ടിടം വാടകയ്ക്ക് കൊടുത്തു. അപ്പോൾ അതിനും കാശുണ്ടാക്കും. അഭിമന്യു സിന്ദാബാദ്. അഭിമന്യുവിൻ്റെ കേസിലെ പ്രതികളെ ഇതുവരെ പിടിച്ചിട്ടില്ല, ഒരു ശിക്ഷയും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അതും നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനും വേറെ എന്തൊക്കെയോ ഒത്തുതീർപ്പുകളുണ്ടെന്നാണ് കേൾക്കണേ. എന്ന് പറഞ്ഞാൽ SFIയെ സംബന്ധിച്ചിടത്തോളം ദുരന്തകാലമാണ്. ഈ ദുരന്തകാലത്തിൽ അല്പമെങ്കിലും ഒരു ശരിയായ നടപടി എന്നാണ് നമുക്ക് കേരള യൂണിവേഴ്സിറ്റി കോളേജിലെ SFI യൂണിറ്റിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിയുക. ഇതുകൊണ്ട് എത്രത്തോളം മാറ്റം ഉണ്ടാവുമെന്ന് അറിയില്ല. അവിടുത്തെ ഇടിമുറിയിൽ എന്ത് മാറ്റം ഉണ്ടാവുമെന്ന് അറിയില്ല. PSC പരീക്ഷ കോപ്പി അടിച്ച് അല്ലെങ്കിൽ പേപ്പർ നേരത്തെ കിട്ടിയ ആളുകളൊക്കെ യൂണിവേഴ്സിറ്റി വഴിയാണ് എല്ലാം വന്നിട്ടില്ലെന്നാണ് അറിയുന്നത്. എന്ന് പറഞ്ഞാൽ പോലീസിൽ 1ാം റാങ്ക് 2ാം റാങ്ക് ഒക്കെ കിട്ടുന്നത് നേരത്തെ 2 ദിവസം മുമ്പ് പേപ്പർ കൊടുത്ത് പേപ്പറിലൊക്കെ അവൻ എഴുതി കൊണ്ടുവന്നിട്ട് വെച്ചു എന്നാണ് കേൾക്കണേ. അവരുടെ വീട്ടിൽ നിന്ന് ഇഷ്ടം പോലെ പഴയ ആൻസർ പേപ്പറിൻ്റെ PSC സൈൻ ചെയ്ത അല്ലെങ്കിൽ PSC സീലടിച്ച ആൻസർ പേപ്പറൊക്കെ കിട്ടി. അതൊക്കെ ഒന്നും ആരും അന്വേഷിച്ചില്ല. അപ്പോൾ അതൊക്കെ അന്വേഷണം എവിടെയാണെന്നല്ല, അവരൊക്കെ പോലീസിൽ ചേർന്നൊന്നും എനിക്കറിയില്ല. പോലീസിൽ 1-2 റാങ്കുകാരൊക്കെ ചേർന്നുണ്ടാവും. കാരണം അത് റദ്ദാക്കി കഴിഞ്ഞാൽ വീണ്ടും നടത്തിയിട്ടുണ്ടാവും. ആരാപ്പത് അറിയാൻ പോണേ എന്ന് പറഞ്ഞാൽ SFIയുടെ പ്രവർത്തനം ഒരു കാലത്ത് ജനാധിപത്യം, സോഷ്യലിസം, മതേതരത്വമൊക്കെ പറഞ്ഞിരുന്ന ആളുകൾ ഇപ്പോൾ ഏറ്റവും മോശപ്പെട്ട രൂപത്തിൽ ഗുണ്ടാ സംഘങ്ങളായി മാറിയിരിക്കുന്നു എന്നാണ് യൂണിവേഴ്സിറ്റി കോളേജ് അടക്കമുള്ള സംഭവങ്ങൾ കാണിക്കുന്നത്. ഇതിൽ നിന്ന് SFI മാറണമെന്നൊരു പഴയ SFIക്കാരൻ എന്നുള്ള എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. ഞാൻ എന്നും പരാതി കേൾക്കുന്ന ഇതൊക്കെ പ്രതിപക്ഷത്തിൻ്റെയോ മാധ്യമങ്ങളുടെയോ കാര്യമാണെന്ന് മാത്രം പറഞ്ഞ് രക്ഷപ്പെടാനൊന്നും കഴിയാത്തൊരവസ്ഥയിലേക്ക് SFI വന്നിരിക്കുന്നു. വേറെ കുറച്ചു കാലം മുമ്പായിരുന്നെങ്കിൽ SFI ഇതൊക്കെ മാധ്യമങ്ങൾ വെറുതെ പറഞ്ഞല്ലേ, ഞങ്ങളുടെ ഒന്നും ഉണ്ടായില്ല എന്ന് പറയും. പക്ഷെ ഇപ്പോൾ അതിൽ നിന്നൊന്നും പറയാൻ കഴിയാതെ വന്നിരിക്കുന്നു. കാരണം ഇപ്പം മാധ്യമങ്ങൾ വളരെ ശക്തമാണ്, സാമൂഹ്യ മാധ്യമങ്ങൾ വളരെ ശക്തമാണ്, ലൈവ് ഷോട്ടുകളാണ് ആളുകൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഞങ്ങളല്ല ഇത്, ഞങ്ങൾ ചെയ്തതല്ല എന്ന് പറയുന്ന ആ നയം ഇനി നടപ്പാവില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാവണം യൂണിറ്റ് പിരിച്ചുവിട്ടത്. ഏതായാലും ഇതൊരു നല്ല തുടക്കമാണെങ്കിൽ നല്ലത്. SFI ഒരു ജനാധിപത്യ സംഘടനയായി മാറിയെങ്കിൽ അത് കേരളത്തിന് നല്ലതാണ്, വിദ്യാർത്ഥി സമൂഹത്തിന് നല്ലതാണ്.